ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർവോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് എങ്ങനെ ഒരു HD ക്വാളിറ്റിയിൽ വരുന്ന യൂട്യൂബ് തമ്പനെയിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ തന്നെയാണ് നമുക്ക് തമ്പനെയിൽ എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരു തമ്പനെയിൽ പ്രൊഫഷണൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു യൂസർ ഫ്രണ്ട്ലി രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ആളുകൾ ആണെങ്കിൽ അവർക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു HD ക്വാളിറ്റിയിൽ യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഫുൾ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കും. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ആദ്യം നിങ്ങളുടെ രണ്ട് ഫോട്ടോസ് നിങ്ങൾ യൂട്യൂബ് തമ്പനെയിലിന് ഇടാൻ ഉദ്ദേശിക്കുന്ന രണ്ട് ഫോട്ടോസ് നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾ എടുത്തു വെക്കുക. അത് ഫോൺ ക്യാമറയിൽ ഫ്രണ്ടോ ബാക്കോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രണ്ട് ഫോട്ടോസ് നിങ്ങൾ എടുത്തു വെക്കുക. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഫുള്ളായിട്ട് പഠിപ്പിച്ചു തരാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൽ നിങ്ങൾ ക്യാൻവ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ക്യാൻവ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ അത് വന്നിട്ടുണ്ട്. ഇതാണ് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ അത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം, ഫോട്ടോ എഡിറ്റ് ചെയ്യാം, അതുപോലെ യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ക്യാൻവ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാൻവ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനു മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയട്ടെ, നിങ്ങളത് ഇൻസ്റ്റാളിന് ഇടുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എൻ്റെ ഓപ്പൺ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിടുക. അതിനു മുമ്പ് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് യൂട്യൂബിൻ്റെ ഒരു PNG ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം യൂട്യൂബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. യൂട്യൂബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത ശേഷം അവിടെ PNG എന്ന് പറഞ്ഞ് ഒന്നുകൂടെ നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇമേജ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ റൈറ്റ് ചെയ്തിട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൻ്റെ PNG ഫയൽ കുറേ നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യരുത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫിൽറ്ററിൻ്റെ ഐക്കൺ കാണാം. നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ യൂസേജ് റൈറ്റ് എന്ന് പറഞ്ഞ് ഈ സൈഡിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് യൂസേജ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ യൂസേജ് റൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് അതിന് താഴെയാണ്ട് കൊമേഴ്ഷ്യൽ ആൻഡ് അതർ ലൈസൻസ് എന്ന് പറഞ്ഞ് നമുക്ക് കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതാ ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ആയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന യൂട്യൂബിൻ്റെ PNG ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതായത് PNG ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി അത് ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവിടെ ലൈസൻസബിൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇമേജ് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കോപ്പിറൈറ്റോ അങ്ങനെ കോപ്പിറൈറ്റ് ക്ലെയിമോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഇമേജ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം നമ്മുടെ തമ്പനെയിലിന്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് മാത്രമല്ല നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത്, നമ്മുടെ തമ്പനെയിലിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇമേജസിന് വരെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് പിടിച്ച് ഈ ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഞാനിത് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഇമേജ് കോപ്പി ചെയ്തെടുക്കാം. അതിനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ PNG ഫയലൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക യൂട്യൂബിൻ്റെ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ, അതായത് നമ്മൾ യൂട്യൂബ് തമ്പനെയിലിന് ഇടാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് RemoveBG എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഫ്രീ വെബ്സൈറ്റ് തന്നെയാണ്, നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബ് തമ്പനെയിലിന് യൂസ് ചെയ്യാൻ പോകുന്ന ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്കതൊരു PNG ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇവിടെ ഈ അപ്ലോഡ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഏത് ഫോട്ടോയാണോ നിങ്ങൾക്ക് PNG ഫയലായിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഞാൻ എൻ്റെ ക്യാമറയിൽ എടുത്തൊരു ഫോട്ടോയാണ്. അത് ഞാനിവിടെ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ എൻ്റെ
ക്യാമറ, അതായത് മൊബൈൽ ക്യാമറയിൽ എടുത്ത ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് PNG ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയുള്ള ബേസിക് ആയിട്ടുള്ള 2 സ്റ്റെപ്പുകൾ നമ്മൾ കഴിഞ്ഞു. നമ്മുടെ യൂട്യൂബ് തമ്പനെയിലിന് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് അതൊരു PNG ഫയലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തു. അതുപോലെ യൂട്യൂബ് തമ്പനെയിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു യൂട്യൂബിൻ്റെ ഐക്കൺ, അതായത് ഒരു PNG ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാൻവ എന്ന് പറയുന്ന നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഓപ്പണായിട്ട് വരട്ടെ. ഓപ്പണായിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മളിവിടെ റൈറ്റ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വേറെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി, അതുപോലെ ഫേസ്ബുക്ക് കവർ, പോസ്റ്റർ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്ന നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് എടുക്കാം. യൂട്യൂബ് ബാനർ എടുക്കരുത്, യൂട്യൂബ് തമ്പനെയിൽ ഇവിടുന്ന് എടുക്കാം. അല്ലെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കസ്റ്റം സൈസ് ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ മോളിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും ചെയ്യുന്നത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യൂട്യൂബിൻ്റെ തമ്പനെയിലിൻ്റെ സ്ക്രീൻ സൈസിലുള്ള ഒരു ഓപ്ഷൻ അതിലേക്ക് വരും. നമുക്ക് ഓൾറെഡി ബിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ തമ്പനെയിൽ നമുക്ക് ഇതിൻ്റെ അത് കാണാം. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്രോ എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് മാത്രം എടുക്കരുത്. കാരണം അത് പ്രീമിയം വേർഷൻ്റെ ആണ്. നമ്മളതിപ്പോൾ എടുത്തു കഴിഞ്ഞ ശേഷം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കതിൻ്റെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് കിട്ടത്തില്ല. കാരണം നമ്മളതിൽ എമൗണ്ട് അടിച്ച്, അതായത് ക്യാൻവയുടെ ഒരു പ്രീമിയം വേർഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ ചെറിയൊരു എമൗണ്ട് പേ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് പ്രീമിയം വേർഷൻ്റെ ഓരോ ഓപ്ഷൻസും നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഈ പ്രോ വേർഷൻ, അതായത് പ്രോ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഓപ്ഷനാണ്. അതല്ലാണ്ടുള്ള ഈ ഫ്രീ ആയിട്ടുള്ള തമ്പനെയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത്, അതായത് തുടക്കക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ബിൽഡ് ആയിട്ടുള്ള ഫ്രീ തമ്പനെയിൽസ് നമുക്ക് ഇതിലേക്ക് ആഡായി കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് നമ്മുടെ ഫോട്ടോസ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ടൈപ്പ് ചെയ്യണമെങ്കിലും അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് മറ്റൊരാളുടെ തമ്പനെയിൽ അല്ലാണ്ട് നമുക്ക് പുതിയതായിട്ടൊരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു വൈറ്റ് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് സ്ക്രീനിലേക്ക് നമുക്കൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് സൈഡിട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്നിലും നമുക്ക് നമ്മുടെ ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ള ഒരു ഇമേജ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അതായത് നമ്മുടെ ഈ വൈറ്റ് സ്ക്രീനിൻ്റെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം ഒരു ബ്ലൂ ഷെയ്ഡോട് കൂടി ഇതിൻ്റെ റെക്റ്റാങ്കിൾ ഇങ്ങനെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതിനുശേഷം കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സിംഗിൾ കളർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേഡിയൻസ് ഇതിൻ്റെ അകത്തുനിന്ന് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ കളറൊന്ന് ചൂസ് ചെയ്യുകയാണ്. ഈ കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് ഇതൊന്ന് ചൂസ് ചെയ്തു. ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എഫക്റ്റ് നമുക്കത് വീണ്ടും അതിൻ്റെ ലെയേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പോസ്റ്റൊക്കെ നമുക്ക് ചെയ്യുന്നതിന് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കളറൊന്ന് ആഡ് ചെയ്യുക. കളർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ തിക്നെസ് ഒന്ന് മാറ്റാം. അതായത് കളർ നമുക്ക് ഏതൊക്കെ ടൈപ്പിൽ ഈ സൈഡിൽ നിന്ന് കളർ മാറ്റി ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് ഇതിൻ്റെ അകത്ത് ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ പല പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് തന്നെ കൊടുത്തു. എനിക്കിത് തന്നെ മതി എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ബ്ലൂ ഷെയ്ഡ് വേണമെങ്കിൽ നമുക്കിങ്ങനെ ബ്ലൂ ഷെയ്ഡ് കൂട്ടി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. യെല്ലോ കളർ ഷെയ്ഡ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ യെല്ലോ കളറൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്ത പോലെ തന്നെ നമ്മുടെ ഈ കളർ തന്നെ ഞാൻ ഇതിലേക്ക് കൊടുത്തു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബ്ലൂ എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് എൻ്റെ ഈ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഒരു ബ്ലൂ കളർ തന്നെയുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗാലറിയിൽ PNG ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ PNG ഫയൽ, യൂട്യൂബിൻ്റെ PNG ഫയൽ നമുക്ക് ഇതിൽ കൊണ്ടുപോകണം. അതിലായിട്ട് അപ്ലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലെടുത്ത ശേഷം അപ്ലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത്, അതായത് ക്രോമിൽ പോയിട്ട് ഗൂഗിളിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച യൂട്യൂബിൻ്റെ PNG ഫയൽ ഒരു ഐക്കൺ ഉണ്ട്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ഇതിലേക്ക് ഡൗൺലോഡായിട്ട് വരുന്നുണ്ട്. അതായത് ഇതിലേക്ക് അപ്ലോഡായി കിട്ടി. അതായത് നമ്മുടെ ക്യാൻവയുടെ പ്രൊഫൈലിലേക്ക് അപ്ലോഡായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ
നമ്മളെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ച 2 ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് 2 ഫോട്ടോസ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ റിമൂവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ 2 ഫോട്ടോസ്, അതായത് യൂട്യൂബിൻ്റെ PNG ഫയലും അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത 2 ഫോട്ടോസും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മുടെ യൂട്യൂബിൻ്റെ തമ്പനെയിലിൻ്റെ പേജിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ ആഡ് ചെയ്തതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ആ PNG ഫയൽ. അതായത് നമ്മുടെ സ്ക്രീനിലേക്ക് അത് ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആഡായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ സൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്കത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നമുക്ക് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ടോപ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ സൈസും അതുപോലെ വലിപ്പമൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു യൂസർ ഫ്രണ്ട്ലി രീതിയിൽ ഞാൻ അവിടെ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് ഇമേജ് ഒന്ന് ആഡ് ചെയ്യണം. നമ്മൾ ആദ്യം കൊണ്ടുവച്ച ഇമേജ് ഒന്ന് ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ ഇമേജ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഞാൻ ഇമേജ് ക്ലിക്ക് ചെയ്ത ശേഷം ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക്, അതായത് നമ്മുടെ ഒറിജിനൽ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രോപ്പർ ഫോട്ടോയാണ് വന്നത്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ സൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഞാനതൊരു മൂലയിൽ കൊണ്ടുവച്ചു. അല്ലെങ്കിൽ നമുക്ക് അടുത്ത വേറൊരു ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോയിനേക്കാൾ നല്ലത് ഈ ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവച്ചു. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് സ്യൂട്ടബിളായിട്ട് ആ സൈഡിലിരുന്നോളൂ. ഇനിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കണ്ടൻറ്റ് ആഡ് ചെയ്യണം. കണ്ടൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ എന്ത് കണ്ടൻറ്റാണോ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലേക്ക് ഇടുന്ന വീഡിയോയുടെ തമ്പനെയിലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ തമ്പനെയിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ യൂട്യൂബ് തമ്പനെയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ആഡ് ഹെഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ആഡ് ഹെഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹെഡിങ് നമുക്കായിട്ട് ഫ്രണ്ടിൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിലേക്ക് ആഡ് ഹെഡിങ് എന്ന് പറയുന്നതിലേക്ക് സെലക്ഷൻ വന്നിട്ടുണ്ട്. അത് ഇറേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിവിടെ തന്നെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ തമ്പനെയിൽ എന്ന് പറഞ്ഞ് എഴുതുകയാണ്. അപ്പോൾ തമ്പനെയിൽ എന്ന് പറഞ്ഞ് ഞാനിവിടെ ടൈപ്പ് ചെയ്തു കഴിഞ്ഞ ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിക്കൊടുത്തു. ഇനി നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ തമ്പനെയിൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിൻ്റെ ആ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ തിക്നെസ്, അതായത് നമുക്കതിൻ്റെ ബോൾഡാക്കി കൊടുക്കണം. അതായത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ തിക്നെസ് കൂടിയുള്ള ബോൾഡ് ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇംപ്രഷൻ കൂടുതൽ കിട്ടും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കണം. നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ട് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇതിൻ്റെ അവൈലബിൾ ആണ്. അതായത് ഫോണ്ടിൻ്റെ കുറേ നെയിംസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫോണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അതിവിടെ ഉണ്ടോ എന്ന് നോക്കാം. ബ്രസ്ലർ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. അത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ബ്രസ്ലർ എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതുണ്ടോ എന്ന് നോക്കുമ്പോൾ അതുമില്ല. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സേറ ബോൾഡ് എന്ന് പറയുന്ന ഒരു ഫോൾഡ് ഉണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സേറ ബോൾഡ് എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് നോക്കിയെടുക്കാം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് നോക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഫോണ്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സേറ ബോൾഡാണ് നോക്കുന്നത്. അത് കിട്ടിയിട്ടില്ല. നമുക്കൊന്ന് നോക്കാം. ബോൾഡായിട്ടുള്ള ഫോണ്ടുകൾ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇത് നല്ല ബോൾഡാണ്. ഈ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന നല്ലൊരു ബോൾഡാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഒരു നല്ല തിക്നെസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ആ ഫോണ്ടിന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാനതൊന്ന് നല്ല രീതിയിൽ ഒന്ന് സൂം ചെയ്യുന്ന രീതിയിൽ ആക്കി വെച്ചു. അതിനുശേഷം നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് വെക്കണം. അതായത് അതിൻ്റെ സ്പേസ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഏത് ക്യാരക്ടറാണോ സ്പേസ് അറേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫോണ്ട് സൈസ് ഇപ്പോൾ ഫുള്ളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് സ്പേസിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെറ്റർ സ്പേസിംഗ് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഞാനിത് ഇവിടെ ജസ്റ്റ് ലെറ്റർ സ്പേസിംഗ് ഒന്ന് അറേഞ്ച് ചെയ്തു. ഇപ്പോൾ ഒന്നും കൂട്ടിമുട്ടിയിട്ടില്ല, എന്നാൽ തന്നെ വളരെ അടുത്ത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കതിന് ശേഷം അതിൽ ഒന്നോടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എനിക്ക് ബ്ലാക്കിനേക്കാൾ ഇഷ്ടം എനിക്ക് യെല്ലോ കളറാണ്. അപ്പോൾ ഞാൻ യെല്ലോ കളറൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് അടിപൊളി ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു. ഇതിന് ശേഷം നമുക്കതിൻ്റെ എഫക്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഞാൻ എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഔട്ട്ലൈൻ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഔട്ട്ലൈൻ എടുത്തു. അത് കഴിഞ്ഞ ശേഷം ഔട്ട്ലൈൻ്റെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഈ ഔട്ട്ലൈനുണ്ടല്ലോ, അതായത് ക്യാരക്ടറിൻ്റെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി
നിങ്ങൾക്കത് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുള്ള ഈ കളർ തന്നെ യൂസ് ചെയ്തത്, കാരണം അത് എനിക്കൊരു നല്ലൊരു ഇമ്പ്രഷൻ അതിലേക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള തമ്പനെയിലിന് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്പേസിങ് കൊടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ക്ലിക്ക് ചെയ്യുക, അതായത് ആ വേർഡ് ക്ലിക്ക് ചെയ്ത ശേഷം കളർ ചേഞ്ച് ചെയ്യുക. കളർ ചേഞ്ച് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ കളർ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഫക്റ്റ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടിപൊളിയായിട്ട് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾക്ക് ഔട്ട്ലൈനിൽ കളറൊക്കെ ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇമ്പ്രഷൻ തോന്നുന്നില്ല ഇതിലേക്ക്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് യൂട്യൂബ് തമ്പനെയിൽ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ യൂട്യൂബ് തമ്പനെയിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പറയുന്നത് നമുക്കൊരു തമ്പനെയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ആടെ ഹെഡിങ് തന്നെ ഞാൻ കൊടുത്തു. അതിനുശേഷം ഇനി മലയാളത്തിലാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ എഴുതാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മംഗ്ലീഷ് കീവേഡാണ്, അല്ലെങ്കിൽ മംഗ്ലീഷ് കീബോർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ മലയാളം കീബോർഡ് ഉണ്ട്. എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ മംഗ്ലീഷ് കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ മലയാളം ക്ലിക്ക് ചെയ്തു. ഇവിടെ എം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇനി ഞാൻ ഇംഗ്ലീഷിൽ എന്തെഴുതിയാലും അതിൻ്റെ മലയാളം വേഴ്സ് എനിക്ക് അവിടെ ജനറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് തമ്പനെയിൽ കഴിഞ്ഞ ശേഷം വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞെഴുതാം. എളുപ്പത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഞാൻ അതിൻ്റെ സ്പേസിംഗ് ഒന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് ഒന്നോടെ ജസ്റ്റ് അതിൻ്റെ സ്പേസിംഗ് ഒന്ന് കൂട്ടിയിട്ട് ഒരു യൂസർ ഫ്രണ്ട്ലി രീതിയിൽ ഇപ്പോൾ കൊടുത്തത് കണ്ടോ, യൂട്യൂബ് തമ്പനെയിൽ എളുപ്പത്തിൽ. ഇനി അത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ സ്പേസിംഗ് ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ഈ നഡ്ജ് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഫോണ്ടിലൊന്ന്, അതായത് ആ ക്യാരക്ടറിൽ നമ്മൾ എഴുതിയ വേർഡില്ലേ അതിലൊന്ന് ടച്ച് ചെയ്ത ശേഷം നമുക്കത് ജസ്റ്റ് അതിൻ്റെ സ്പേസിംഗ് ഒന്ന് സെറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ മുകളിൽ മുട്ടിയിട്ടുമില്ല, എന്നാൽ ഏറ്റവും താഴത്തോട്ട് പോയിട്ടുമില്ല. ഇനി നമുക്ക് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ കളർ എടുത്ത ശേഷം ഞാൻ റെഡ് ഒന്ന് കൊടുത്തു, കൊള്ളത്തില്ല. ബ്ലാക്ക് തന്നെ കൊടുത്തു. ബ്ലാക്ക് തന്നെയാണ് നല്ലത്, കാരണം യെല്ലോയും ബ്ലാക്കും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രഷൻ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു തമ്പനെയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഈ എളുപ്പത്തിൽ എന്ന് പറഞ്ഞ് എഴുതിയ ആ വേർഡിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത ശേഷം കളർ ഞാൻ ആദ്യം സെറ്റ് ചെയ്തല്ലോ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഔട്ട്ലൈൻ്റെ അകത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തിക്നെസ് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും അതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം വേറെ കുറേ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ കളർ എന്നുള്ളത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലാക്ക് തന്നെ കൊടുത്തു. ബ്ലാക്ക് കൊടുക്കുമ്പോൾ നല്ല കുറച്ചുകൂടെ കട്ടിയിലാണ്, അതായത് ബോൾഡ് തിക്നെസ് ബോൾഡിലാണ് ആ ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അത് നമുക്ക് എളുപ്പത്തിനൊന്ന് കാണാൻ പറ്റുന്ന രീതിയിലൊന്ന് ആക്കാൻ നോക്കി. നമ്മൾ ആദ്യം കൊടുത്ത കളർ തന്നെ ജസ്റ്റ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എടുത്ത് നിൽക്കും ഇങ്ങനെ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാണുന്ന എളുപ്പത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടെ എടുത്ത് നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കളർ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേനും നല്ല ബോൾഡിൽ, അതായത് നല്ല ബ്ലാക്ക് നിറത്തിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ലോ ലൈറ്റാണ് കാണുന്നത്. അപ്പോൾ ഫുൾ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര വരും. അപ്പോൾ ഞാൻ ഈ ഒരു കളർ കൊടുത്തു. അപ്പോൾ ഈ ഒരു കളർ കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ ജസ്റ്റ് അതൊന്ന് ഒന്നുകൂടെ വലുതാക്കിയിട്ട് ഞാൻ അതിൻ്റെ പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ജസ്റ്റ് ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് ഇത്ര ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ പരിപാടി തീർന്നു അവിടെ. യൂട്യൂബ് തമ്പനെയിൽ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഒരു തമ്പനെയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ സ്പേസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് താഴത്തോട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള തമ്പനെയിൽ ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഐക്കണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. വേറെ ഒന്നും നിങ്ങൾ മാറ്റണ്ട, PNG എന്ന് പറഞ്ഞ സജഷൻ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ തമ്പനെയിൽ ഗാലറിയിലേക്ക് ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു തമ്പനെയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇനി ഗാലറി പോയിട്ട് ഞാനൊന്ന് വ്യൂ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് തമ്പനെയിൽ ഗാലറിയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓൾ ഫോട്ടോസ് എടുത്തത് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത HD ക്വാളിറ്റിയിലുള്ള തമ്പനെയിലാണ് ഇത്.
അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലുള്ള തമ്പനെയിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിന് എങ്ങനെ തമ്പനെയിൽ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.